തനി നാടൻ സ്റ്റൈലിലുള്ള അടിപൊളി ഒരു പോർക്ക് റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. മൺചട്ടിയിൽ പാചകം ചെയ്തൊരു പ്രത്യേക രുചിയാണെങ്കിലും ഗ്യാസ് തീരുന്നത് കാരണവും സമയം കൂടുതലെടുക്കുന്ന കാരണമാണ് നമ്മൾ പലപ്പോഴും മൺചട്ടി ഒഴിവാക്കുന്നത് അല്ലേ. എന്നാൽ ഈ രണ്ട് പ്രശ്നം ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മൺചട്ടിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരെ മൺചട്ടിയിലിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടി തന്നിരുന്ന പോർക്ക് റോസ്റ്റ് ഇല്ലേ, അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കി 1 കിലോ പോർക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പോർക്ക് ഇറച്ചിക്കുള്ളൊരു ബാഡ് സ്മെല്ല് പോകാനായിട്ട് 2 ടീസ്പൂൺ വിനാഗിരി തിരുമ്മി വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 സവാള അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് നീളമുള്ള 1 ഇഞ്ചി നന്നായി നീളത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക്, ഇത്രയും ചേർത്ത് നന്നായി കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഇളക്കിയെടുത്ത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മളിത് ആദ്യം ഒരു പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. മിക്സ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളം ഒഴിക്കാതെ മീഡിയം ഫ്ലെയിമിൽ കുക്കറിൽ 3 വിസിലടിക്കുന്നിടം വരെ വേവിച്ചെടുക്കാം. ആ സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരുംജീരകവും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് 12 ചെറിയ ഉള്ളി, 10-12 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് നെടുവേ കീറിയത്, കുറച്ച് കറിവേപ്പില. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു മൺചട്ടിയിലാണ് ചെയ്യുന്നത്. മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കഴിയുമ്പോൾ ഉള്ളിയും പച്ചമുളകും, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയാണെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കണം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചില്ലേ, അത് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മുടെ കുക്കറിൽ വെച്ച പോർക്ക് ഇറച്ചി വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് പോർക്ക് വേവാനായിട്ട് വെച്ചത്. ഇപ്പം തെളിഞ്ഞു വന്നിരിക്കുന്നത് മുഴുവൻ അതിൻ്റെ നെയ്യാണ്. ഇത്രയും നെയ്യ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചി നെയ്യ് കൂടുതലുള്ളതാണെങ്കിലാണ് ഇങ്ങനെ തെളിഞ്ഞു വരുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും അധികം നെയ്യ് ഉണ്ടാവില്ല. ഇത് അധികം ഉള്ളതുകൊണ്ട് ഞാനെടുത്തൊരു പാത്രത്തിലേക്ക് അത് മാറ്റുന്നുണ്ട്. കണ്ടോ, നെയ്യെല്ലാം മാറ്റിയപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി മൊരിയിച്ച് വെച്ച മസാലയിലേക്ക് ചേർക്കാം. ഞാനിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സമയം കഴിയുമ്പോഴേക്കും കരിഞ്ഞു പോകും. എണ്ണയൊക്കെ കോരി മാറ്റിയ സമയമാണ് നമുക്കിവിടെ നഷ്ടമായത്. അതല്ലെങ്കിൽ നമുക്ക് വേഗം തന്നെ ഡയറക്റ്റ്ലി ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് മസാലയിലേക്ക് ഇറച്ചി ചേർത്തതിന് ശേഷം തീ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. ആ നെയ്യ് അങ്ങനെ കോരി മാറ്റിയില്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും അത്രയും നെയ്യ് വറ്റി വരാൻ. അതുമാത്രമല്ല, അങ്ങനെ നെയ്യ് മൺചട്ടിയിൽ അധിക സമയം ഇരുന്ന് കഴിയുമ്പം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടായിരുന്ന എണ്ണയും ചാറും ഒക്കെ വറ്റി കറി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 5-10 മിനിറ്റ് മാത്രമാണ് മൺചട്ടിയിൽ വേവിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ മൺചട്ടിയിൽ വെക്കുന്ന എല്ലാ ടേസ്റ്റും ഗുണവും മണവും ഒക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളൊരു ട്രിക്കിലൂടെയാണ് നമ്മുടെ പണ്ടത്തെ മൺചട്ടിയുടെ സ്വാദ് വീണ്ടെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതുവരെ ഇതൊന്നും പരീക്ഷിച്ച് നോക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നത് വരേക്കും ബൈ.